നമസ്കാരം. അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അഭിമുഖം നടക്കുമ്പോൾ PR ഏജൻസിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ സർക്കാർ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അതിനായി പണം മുടക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം കലക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സതീശൻ പറഞ്ഞു. പറയാത്ത കാര്യം കൊടുത്ത ദ ഹിന്ദുവിനെതിരെ കേസെടുക്കുമോ? കൈസൻ PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പിണറായി വിജയൻ എന്ന വിഗ്രഹം ഉടഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. ഭൂരിപക്ഷ പ്രീണനത്തിനുള്ള ശ്രമമാണ് പിണറായി നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിനുള്ള ശ്രമം പിണറായി നടത്തുന്നു. PR ഏജൻസി ഉണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അർജുനെ കാണാതായ സംഭവത്തിലോ തുടർന്ന് നടത്തിയ തിരച്ചിലിലോ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് ലോറി ഉടമ മനാഫ്. അർജുന്റെ കുടുംബത്തോടൊപ്പമാണ് താനും കുടുംബവും. അവരോട് മാപ്പ് ചോദിക്കുന്നു. അർജുനെ അവനെ കാണാതായ സ്ഥലത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത് സാധിച്ചുവെന്നും ചിതയടങ്ങും മുമ്പ് വിവാദം പാടില്ലെന്നും മനാഫ് പറഞ്ഞു. അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയുമായി KT ജലീൽ MLA. അദ്ദേഹത്തിന് മനഃപൂർവ്വം തെറ്റ് സംഭവിക്കില്ല എന്നതിൽ 101% ഉറപ്പുണ്ടെന്ന് ജലീൽ. പിണറായി വിജയനുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. ഇക്കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലും കാപട്യപൂർണമായ നിലപാട് തോന്നിയിട്ടില്ലെന്നും KT ജലീൽ പറഞ്ഞു. NCPയിലെ മന്ത്രിമാറ്റം ഉടനില്ല. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരും. മുഖ്യമന്ത്രിയും NCP നേതാക്കളും ചേർന്ന നിർണായക യോഗത്തിനു പിന്നാലെയാണ് തീരുമാനം. മന്ത്രിമാറ്റത്തിന് ആലോചന വേണമെന്നും കാത്തിരിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.